ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള തനി നാടൻ മോര് കാച്ചിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മോര് കാച്ചിയത് പല നാട്ടിലും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. തേങ്ങ അരച്ചും തേങ്ങ ചേർക്കാതെയൊക്കെ കാച്ചിയെടുക്കാറുണ്ട്. ഞാനിവിടെ തേങ്ങ അരച്ചാണ് ഈ മോര് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മോര് കാച്ചിയത് ഉണ്ടാക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പുളി അങ്ങ് ബാലൻസ് ആയിക്കോളും, അധികം പുളി ഉണ്ടാവില്ല. അടുത്തതായിട്ട് ഇതിനാവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 4 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് കുറച്ച് ചുവന്നുള്ളി, ഒരു 4 എണ്ണം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് വേണ്ടത് ജീരകമാണ്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച തൈര് കുറച്ച് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് ഒരെണ്ണം 2ആയിട്ട് മുറിച്ചങ്ങ് ചേർത്ത് കൊടുത്തതാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും. പച്ചമുളക് അരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചതച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാനിവിടെ. ബാക്കിയുള്ള തൈരും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്നടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാൻ നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. സ്റ്റവയിലേക്ക് വെച്ച് ഞാനിതൊന്ന് കാച്ചിയെടുക്കുകയാണ്. ഇത് ചൂടാക്കാൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ചു പോകരുത്. തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് ചൂടാക്കാനായിട്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് തുടർച്ചയായി ഇളക്കി കാച്ചിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും മാറും, പിരിഞ്ഞും പോയതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മുകളിലേക്ക് ആവി ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് താളിച്ചിടാം. ഇതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞതും ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് മോര് കാച്ചിയതിലേക്ക് ഇങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തനി നാടൻ മോര് കാച്ചിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.